നമ്മൾ സുഹൃത്തുക്കളല്ലേ, പരസ്പരം പ്രണയിച്ചവരല്ലേ. എനിക്ക് നിങ്ങളോട് ഒരു പ്രണയവും ഇല്ല. കള്ളം, പച്ചക്കള്ളം. നിനക്കെന്നെ ജീവനാ. നടന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞ അതെങ്ങനെ മോശമാവും, അതെങ്ങനെ നിലവാരമില്ലായ്മയാവും? എനിക്ക് ആരെക്കുറിച്ചും കള്ളം പറയേണ്ട കാര്യമില്ല. അതും പ്രത്യേകിച്ച് ഈ വീട്ടിലെ മൂത്ത മരുമകളായ എനിക്ക്. പിന്നെ ഇവരാരും ഗസ്റ്റുകളൊന്നും അല്ലല്ലോ. എന്റെ അതേ സ്ഥാനത്തേക്ക് ഈ വീട്ടിലേക്ക് വന്നു കയറാൻ പോകുന്നവളാ ഈ ദക്ഷ. അതിന്റെ ഒരു സോഫ്റ്റ് കോർണറും എനിക്ക് അവളോട് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്ന് കരുതി ഇതുപോലുള്ള കാര്യങ്ങൾ തെളിവില്ലാതെ വിളിച്ചു പറയരുത്. ഐശ്വര്യ പറയുന്നതിലും തെറ്റൊന്നുമില്ല. കല്യാണിയെക്കുറിച്ചും മഹിയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാമാണ് പറയുന്നത്. അത് താങ്കളും കേട്ടിട്ടുള്ളതല്ലേ? സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും വിളിച്ചു പറയും. അവർക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും വളച്ചൊടിച്ച് അവര് എരിവും പുളിയും ചേർത്ത് കയറ്റി പറയും. അതൊന്നും നമ്മൾ കാര്യമാക്കരുത്. മഹിയുടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ചിന്നു. മാത്രമല്ല ഈ വീട്ടിലെ ഒരാളും. അവക്ക് ബ്ലഡിനൊരു അത്യാവശ്യം വന്നപ്പോ ഗ്രീൻ ചാനൽ വഴി അവൻ അത് അവൾക്ക് എത്തിച്ചു കൊടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ മനുഷ്യത്വം എന്നൊരു വികാരം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ അതിലൊരു പ്രേമമൊന്നും ഞാൻ കാണുന്നില്ല. പൊതുപ്രവർത്തനായ താങ്കളും അങ്ങനെ കാണരുതെന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്നതിലും തർക്കിക്കുന്നതിലും ഒരർത്ഥവും എനിക്ക് തോന്നുന്നില്ല. വീട്ടുമുറ്റത്ത് വളർന്നു വരുന്നത് വിഷച്ചെടിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരുന്നതിന് മുന്നേ തന്നെ അതിനെ പറിച്ചു കളയുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ അത് വൃക്ഷമായതിനു ശേഷം അതില്ലാതാക്കാൻ പാടുപെടുന്നതല്ല. എനിക്കിവിടെ ആരോടും ഒരു വിരോധവും ഇല്ല. പക്ഷെ ഈ കുടുംബത്തിലുള്ളവർക്കും പുതിയതായി ഈ കുടുംബത്തിലോട്ട് വന്നു കയറുന്നവർക്കും ഒരു മോശം പേരും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. എന്നുവെച്ച് ചിന്നുവിനെ കുറിച്ച് വൃത്തിയായിട്ട് പറയണോ? അവളെ എനിക്കറിയാം. നല്ല പെണ്ണാണ് അവള്. നല്ല സ്വഭാവമാണ് അവളുടേത്. അവളെ എനിക്ക് 100% വിശ്വാസമാണ്. നിങ്ങൾ ഉദ്ദേശിച്ചത് ലക്ഷ്മി പറയുന്ന ഒന്നും കേൾക്കരുതെന്നാണോ? അവള് നമ്മുടെ ശത്രു ഒന്നും അല്ലല്ലോ, ഈ കുടുംബത്തിലെ ഒരു അംഗമല്ലേ. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയ് ലക്ഷ്മി. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ചിന്നു മഹി എന്റെ റൂമിലുണ്ട്. അവരെന്റെ റൂമിൽ നിന്ന് സംസാരിക്കുന്നൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അവരുടെ ഭാവപ്രകടനവും സംസാര ശൈലിയൊന്നും നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു നല്ല ഉദ്ദേശവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഐശ്വര്യ, ഞാൻ പറയുന്നത് ഇവിടെയുള്ള ആർക്കും വിശ്വാസം വന്നില്ലെങ്കിൽ നേരിട്ട് പോയി കാണാം. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലേന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ചിന്നു. ദയവേത് എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക. മറ്റാരും മറ്റൊന്നും എനിക്കൊരു വിഷയമല്ല. ചിന്നു എന്റെ കൂടെ നിൽക്കോ, എനിക്കത് മാത്രം അറിഞ്ഞാ മതി. ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാ. അത് മറന്ന് എന്നോട് സംസാരിക്കരുത്. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ദുഷ്പേരുകൾ ഞാൻ കേട്ടു കഴിഞ്ഞു. ഇനിയും കൂടുതൽ ദുഷ്പേര് എന്നെ കേൾപ്പിക്കരുത്. ചിന്നു, ഞാൻ ദയവ് ചെയ്ത് നിങ്ങൾ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണം. എനിക്ക് ജോലി ചെയ്യാനുള്ളതാ. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് മുതലാളിയെന്നും തൊഴിലാളിയെന്നുള്ള നിലയിലേക്ക് നീ മാറ്റി കാണരുത്.
നമ്മൾ സുഹൃത്തുക്കളല്ലേ, പരസ്പരം പ്രണയിച്ചവരല്ലേ. എനിക്ക് നിങ്ങളോട് ഒരു പ്രണയവും ഇല്ല. കള്ളം, പച്ചക്കള്ളം. നിനക്കെന്നെ ജീവനാ. നിന്റെ ഡയറിയിൽ നിന്നും നീ കീറിയറിഞ്ഞ കടലാസിൽ നിന്നും അത് തിരിച്ചറിഞ്ഞവനാ ഞാൻ. ഐശ്വര്യ, സമയവും സന്ദർഭവും നോക്കാതെ നീ ഓരോന്നിങ്ങനെ വിളിച്ചു പറയുമ്പോ അത് ബന്ധങ്ങളിൽ വരുത്തുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നീ ഓർക്കണം. നിനക്കിതെല്ലാം ഒരു തമാശയോ സംശയങ്ങളോ ഒക്കെ ആയിരിക്കാം. പക്ഷേ പിന്നീട് നമ്മൾ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് തോന്നി പശ്ചാത്തപിക്കാൻ നമുക്കൊരവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ആലോചിച്ചു വേണം ഓരോ കാര്യങ്ങളും ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ. എന്നോട് ക്ഷമിക്കണം. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാനൊരു ടീനേജ് പെണ്ണൊന്നുമല്ല. കാര്യപ്രാപ്തിയും വിവരമുള്ള ഒരു കുടുംബിനിയാ. ഞാനൊരു ഭാര്യ. ദേ, ഞാനും ഈ വീട്ടിലെ മരുമകളല്ലേ. എന്റെ സ്ഥാനത്ത് ദക്ഷയെ കണ്ടതുകൊണ്ടാ ഞാനിപ്പോ ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത്. ഈ കുട്ടിയുടെ വിവാഹ നിശ്ചയം നടന്ന ദിവസം ഇന്ന്. ഇതേ ദിവസം തന്നെ കല്യാണിയും മഹിയും തമ്മില് എനിക്കെന്തോ എന്നെ കൊണ്ട് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ശരിയല്ല. എന്നെ ഇഷ്ടമല്ലെങ്കിൽ മഹിക്കൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ആന്റി. ആ, എന്നെ വേണ്ടാന്ന് മഹി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയേനെ. സത്യം. മോളെ, ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി ഒരു തീരുമാനം ഉണ്ടാക്കൊന്നും വേണ്ട. എന്താ അവിടെ നടക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണാം.